ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ത്യ പാകിസ്ഥാന്റെ ടെററിസ്റ്റ് കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ച് നടത്തിയ ആദ്യത്തെ അറ്റാക്കിന്റെ പിറ്റേ ദിവസം മാർക്കറ്റ് 24,414 എന്ന പോസിറ്റീവിലായിരുന്നു ക്ലോസ് ചെയ്തത്. അപ്പോൾ വാർ എസ്കലേറ്റ് ചെയ്യില്ല എന്ന ബോധ്യം അന്ന് മാർക്കറ്റിനുണ്ടായിരുന്നു. എന്നാൽ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് ഫുൾ ഫ്ലഡ്ജഡ് ആയിട്ടുള്ള ഒരു വാറിലേക്ക് ഇന്ത്യ പാക് കോൺഫ്ലിക്റ്റ് അത് നീങ്ങുന്നതിൻ്റെ ഒരു ലക്ഷണം അത് തിരിച്ചറിഞ്ഞതോടെ മാർക്കറ്റ് ഇടിയാൻ തുടങ്ങി. ഇപ്പോൾ നമ്മുടെ പല മാർക്കറ്റ് ഇൻഡെക്സുകളും വലിയ തോതിൽ താഴോട്ടേക്ക് പോയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഒരു ക്രാഷിലേക്ക് പോകാതെ നിലവിലെ വിപണിയിലുള്ള ആ ഒരു ട്രെൻഡിനെ താങ്ങി നിർത്താൻ ഒരു പരിധിവരെ മാർക്കറ്റിന് കഴിഞ്ഞു എന്നതാണ് നിഫ്റ്റിയുടെ ചാർട്ടുകൾ നൽകുന്ന സൂചന. കാരണം ഇപ്പോൾ നിഫ്റ്റി 50 ഇൻഡെക്സ് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെയുള്ള 20-ഡേ മൂവിങ് ആവറേജ്, 50-ഡേ മൂവിങ് ആവറേജ്, 100-ഡേ മൂവിങ് ആവറേജ് ഇതിൻ്റെയൊക്കെ മുകളിലാണ് നിഫ്റ്റി ഇപ്പോൾ നിൽക്കുന്നത്. 200-ഡേ മൂവിങ് ആവറേജിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്നത് കൊണ്ട് തന്നെ അത് അടുത്ത ദിവസങ്ങളിൽ അത് ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. അപ്പോൾ മീഡിയം ടേമിൽ ഒരു കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു മുന്നേറ്റം എന്തായാലും നമുക്ക് വിപണിയിൽ പ്രതീക്ഷിക്കാം എന്നാണ് ചാർട്ടുകൾ നൽകുന്ന ഒരു സൂചന. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമുക്ക് കാണാൻ കഴിയും പല മേജർ ഇൻഡെക്സുകളും, പ്രത്യേകിച്ച് സെക്ടോറൽ ഇൻഡെക്സുകളൊക്കെ വലിയ തോതിൽ താഴോട്ടേക്ക് പോയതായിട്ട് കാണാം. അപ്പോൾ അതിൽ റിയാലിറ്റി, അതുപോലെ ബാങ്കിങ്, ഫാർമ, നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസസ് തുടങ്ങിയ സെക്ടറിലൊക്കെയുള്ള സ്റ്റോക്കുകൾ സ്റ്റീപ്പായിട്ടുള്ള ലോസിലേക്ക് പോയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിൻ്റെ ഫോൾ ഏകദേശം 2% മുതൽ 6% വരെയുള്ള ഫോൾ നമുക്കിതിൽ കാണാൻ കഴിയും. എന്നാൽ ഓട്ടോ, അതേപോലെ മീഡിയ പോലെയുള്ള ചില സെക്ടറുകളിൽ മാത്രം ഒരു പോസിറ്റീവ് ക്ലോസിംഗും നമുക്ക് കഴിഞ്ഞ ആഴ്ച കാണാൻ കഴിഞ്ഞിരുന്നു. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മാർക്കറ്റിൽ കാണാൻ കഴിഞ്ഞത് അതിൻ്റെ വോളറ്റിലിറ്റി ഇൻഡെക്സ് വർദ്ധിച്ചു എന്നുള്ളതാണ്. അത് 20-ന് മുകളിലേക്ക് പോയി എന്നുള്ളത് കഴിഞ്ഞ ആഴ്ച ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം, പ്രത്യേകിച്ച് ഈ വാർ റിലേറ്റഡ് ആയിട്ട് മാത്രം ഉണ്ടായ ഒരു സംഭവമായിരുന്നു അത്. കൂടാതെ തന്നെ കഴിഞ്ഞ ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 3,700 കോടിയോളം ഒരു സെല്ലിംഗ് നടത്തുകയുണ്ടായി. അതും മാർക്കറ്റിൻ്റെ ട്രെൻഡിനെതിരെ സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് കൂടാതെ നമ്മുടെ റുപ്പിയിലുണ്ടായ ഡിവാല്യുവേഷൻ, ഏകദേശം 1% റുപ്പി ഈ വാറിന് ശേഷം അതിൻ്റെ വാല്യുവേഷൻ താഴോട്ടേക്ക് പോയതായിട്ട് കാണാം. എന്നാൽ അവിടെ കോൺട്രഡിക്ടറി ആയിട്ട് നമ്മൾ കാണുന്നത് US$ ഇൻഡെക്സ് 100 എന്നുള്ള ലെവലിന് മുകളിലേക്ക് പോയി എന്നുള്ളത് US മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവാണ്. അപ്പോൾ നമ്മുടെ മാർക്കറ്റ് നല്ലൊരു റീബൗണ്ടിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഈ തിരിച്ചടികൾ താൽക്കാലികമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഏറ്റവും ഒടുവിൽ വന്ന വാർത്ത അത് സൂചിപ്പിക്കുന്നത് അടുത്ത ആഴ്ച നമ്മുടെ മാർക്കറ്റ് അതിൻ്റെ ജൈത്രയാത്ര തുടരുമെന്ന് തന്നെയാണ്. കാരണം ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് അത് തീർച്ചയായിട്ടും ഒരു ആശ്വാസമായിട്ടാണ് മാർക്കറ്റ് അതിനെ നോക്കിക്കാണുന്നത്. കാരണം മാർക്കറ്റ് ഒരിക്കലും ഒരു അൺസർട്ടനിറ്റി ഇഷ്ടപ്പെടുകയില്ല. മാർക്കറ്റിൽ ഒരു കൃത്യമായ ഡയറക്ഷൻ ആവശ്യമാണ്. അപ്പോൾ ഇന്ത്യ പാക് ഈ ഒരു കോൺഫ്ലിക്റ്റ് തീർച്ചയായിട്ടും ആ ഒരു അനിശ്ചിതത്വം കുറച്ച് ദിവസങ്ങളെങ്കിലും സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷോർട്ട് ടേമിൽ ഉണ്ടായിട്ടുള്ള ഒരു ഡിസ്ട്രാക്ഷനാണത്. അത് തീർച്ചയായിട്ടും റിക്കവർ ചെയ്യുമെന്ന് തന്നെയാണ് നിലവിലുള്ള അവസ്ഥ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ചില സെക്ടറുകൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച വലിയ തോതിൽ താഴോട്ടേക്ക് പോയ ഒരു പ്രധാനപ്പെട്ട സെക്ടറാണ് ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി സെക്ടർ. അവിടെ നമുക്ക് കാണാൻ കഴിയും എയർലൈൻ ഏവിയേഷൻ സെക്ടറിൽ അതിലുള്ള പ്രധാനപ്പെട്ട സ്റ്റോക്കായിട്ടുള്ള ഇന്റർഗ്ലോബ് ഏവിയേഷൻ അവർ 4.56% ഡൗൺ ആയിരുന്നു. അതേപോലെ തന്നെ അതേ സെക്ടറിലുള്ള സ്പൈസ് ജെറ്റും 7.5% താഴോട്ടേക്ക് വന്നതായിട്ട് കാണാം. അപ്പോൾ ഈ സ്റ്റോക്കുകളിൽ ഇപ്പോൾ യുദ്ധം അവസാനിച്ചു എന്നുള്ള ആശ്വാസകരമായ ഒരു വാർത്ത ഒരു പോസിറ്റീവ് മൊമെൻറ്റം ഉണ്ടാക്കാൻ ചിലപ്പോൾ സഹായിച്ചേക്കാം. ഇതേപോലെ തന്നെയാണ് ടൂറിസം സെഗ്മെൻറ്റിലുള്ള ഹോട്ടൽ ഇൻഡസ്ട്രിയിലും സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമുക്ക് കാണാൻ ഇന്ത്യൻ ഹോട്ടൽസ് കമ്പനി 10% താഴോട്ടേക്ക് പോയിരുന്നു. ITC ഹോട്ടൽസ് 5.32% താഴോട്ടേക്ക് പോയിരുന്നു. ലെമൺ ട്രീ ഹോട്ടൽസ് 5.8% താഴോട്ടേക്ക് പോയി. അതുപോലെ താജ് GVK ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ് 10% താഴോട്ടേക്ക് പോയിരുന്നു. അതുപോലെ ഓറിയൻ്റൽ ഹോട്ടൽസ് 12% താഴോട്ടേക്ക് പോയിരുന്നു. അതുപോലെ ITDC ഹോട്ടൽസ് 4.66% താഴോട്ടേക്ക് പോയിരുന്നു. അതുപോലെ മഹീന്ദ്ര ഹോളിഡേയ്സ് ആൻഡ് റിസോർട്ട്സ് 5% താഴോട്ടേക്ക് പോയിരുന്നു. അപ്പോൾ ഇങ്ങനെ താഴോട്ടേക്ക് പോയിട്ടുള്ള ഈ സ്റ്റോക്കുകളിലൊക്കെ തീർച്ചയായിട്ടും ഈ വാർത്ത ഒരു ആശ്വാസകരമായ ഒരു അനുഭവമായിരിക്കും അടുത്ത ആഴ്ച ഉണ്ടാക്കുക എന്ന് നമുക്ക് അനുമാനിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ ലാസ്റ്റ് ട്രേഡിംഗ് ഡേ ഈ യുദ്ധം ഒരു ഫുൾ ഫ്ലഡ്ജഡ് എസ്കലേഷൻ ലെവലിലേക്ക് പോകുമെന്നുള്ള വാർത്ത പറഞ്ഞതോടുകൂടി ഡിഫൻസ് സെഗ്മെൻറ്റിലുള്ള പല സ്റ്റോക്കുകളിലും ഒരു സെൻറ്റിമെൻ്റൽ ഹൈക്ക് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. 3% ഒരു അപ്സൈഡാണ് ഒറ്റ ദിവസം കൊണ്ട് കഴിഞ്ഞ ലാസ്റ്റ് ട്രേഡിംഗ് ഡേ നമ്മൾ കണ്ടത്. എല്ലാ സെക്ടോറൽ ഇൻഡെക്സുകളും താഴേക്ക് പോയപ്പോൾ ഡിഫൻസ് സെഗ്മെൻറ്റിലുള്ള സ്റ്റോക്കുകളൊക്കെ മുന്നോട്ട് പോയി.
അപ്പോൾ അവിടെ നമുക്ക് കാണാമെങ്കിൽ ഭാരത് ഡൈനാമിക്സ് 3% മുന്നോട്ട് പോയിരുന്നു, ആസാദ് എഞ്ചിനീയറിംഗ് 3% മുന്നോട്ട് പോയിരുന്നു. അതുപോലെ പരസ് ഡിഫൻസ് പോലെയുള്ള സ്റ്റോക്കുകളിലും 8% ഒരു റാലി ഉണ്ടായി. അതുപോലെ പല പ്രധാനപ്പെട്ട ഇപ്പോൾ ഷിപ്പിംഗ് സെഗ്മെൻറ്റിലുള്ള സ്റ്റോക്കുകളിലൊക്കെ ഈ ഒരു അപ്സൈഡ് മൂവ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു ഷോർട്ട് ലിവ്ഡ് ആയിട്ടുള്ള ഒരു അപ്സൈഡ് മൂവ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഡിഫൻസ് സെഗ്മെൻറ്റിലുള്ള പല നല്ല സ്റ്റോക്കുകളും ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് അനുയോജ്യമായിട്ടുള്ള സ്റ്റോക്കുകളാണ്. എങ്കിലും ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ചെറിയ ഒരു മുന്നേറ്റം അത് ആ ഒരു സ്പീഡിൽ ഇനിയും മുന്നോട്ട് പോകാനുള്ള സാധ്യത കുറവായിരിക്കും. ഇനി നമുക്ക് ഇന്നലെ വന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഡാറ്റയിലേക്ക് വരാം. അത് മ്യൂച്വൽ ഫണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ മാസവും അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട് ഇന്ത്യ പ്രസിദ്ധീകരിക്കുന്ന ഈ ഡാറ്റ തീർച്ചയായിട്ടും നമ്മൾ മാർക്കറ്റിനെ കുറിച്ചുള്ള ഒരു ഡയറക്ഷൻ നൽകാൻ അത് സഹായിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ കാണുന്നത് ഇവിടെ ആക്റ്റീവ്ലി മാനേജ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളിൽ അതിൻ്റെ ഫണ്ട് ഫ്ലോ കുറഞ്ഞു വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അവിടെ നമുക്ക് 24,269 കോടിയുടെ ഒരു ഇൻഫ്ലോ ആണ് ഏപ്രിൽ ഉണ്ടായിട്ടുള്ളത്. ഇത് യഥാർത്ഥത്തിൽ 3% ഒരു കുറവാണ്. കാരണം മാർച്ചിൽ 25,082 എന്ന ലെവലിലായിരുന്നു ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് ഫണ്ട് ഒഴുകിയിരുന്നത്. എന്നാൽ മൊത്തത്തിലുള്ള മ്യൂച്വൽ ഫണ്ട് പല കാറ്റഗറികൾ നോക്കുമ്പോൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് അതിൻ്റെ ഒഴുക്ക് കുറഞ്ഞിട്ടില്ല, വർദ്ധിക്കുകയാണ് ചെയ്തതെന്ന് കാണാൻ കഴിയും. കാരണം 2.76 lakh crore ഒരു ഇൻഫ്ലോ ആണ് മ്യൂച്വൽ ഫണ്ടിലേക്ക് വന്നിട്ടുള്ളത്. അതുപോലെ ETF-കളിലും ആളുകൾ ധാരാളമായി ഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് ഡാറ്റകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ അവിടെ ഗോൾഡ് ETF-ൽ പ്രോഫിറ്റ് ബുക്കിങ്ങും ധാരാളമായി നടന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഈ ആക്റ്റീവ്ലി മാനേജ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളിൽ ഈ ലാർജ് ക്യാപ് ഫണ്ടുകളിൽ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. കാരണം 2,479 കോടിയായിരുന്നു മാർച്ചിലുണ്ടായത്, അത് 2,671 ഉയർന്നിട്ടുണ്ട്. എന്നാൽ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലുമുള്ള മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആ ഒരു ഒഴുക്കിൽ നേരിയൊരു ഇടിവ് വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ ഫ്ലക്സി ക്യാപ്പിലും ആ ഒരു ഇൻഫ്ലോ കുറഞ്ഞിട്ടുണ്ട്. 5,615 കോടി മാർച്ചിൽ ഉണ്ടായിരുന്ന സ്ഥാനത്ത് നമുക്കിപ്പോൾ കാണുന്നത് 5,542 കോടിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ലാർജ് ക്യാപ്പ് ഒഴിച്ചിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളിൽ ഇങ്ങനെ താഴേക്ക് വന്നത്. എന്നാൽ അവിടെ കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചേഞ്ച് സെക്ടോറൽ ആൻഡ് തീമാറ്റിക് ഫണ്ടുകളിൽ കൂടുതലായിട്ട് ഫണ്ട് ഇൻഫ്ലോ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ മാസം 170 കോടി മാത്രം ഉണ്ടായിരുന്ന സെക്ടോറൽ തീമാറ്റിക് ഫണ്ടുകളിലുള്ള ഇൻഫ്ലോ ഇപ്പോൾ 2,001 കോടിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ചില പ്രത്യേക സെക്ടറുകളിൽ കസ്റ്റമേഴ്സ് ഇൻവെസ്റ്റേഴ്സ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എന്നാൽ സിപ്പ് ഇൻവെസ്റ്റ്മെൻറ്റ് അതിൻ്റെ ഒരു ഗ്രോത്ത് വളർന്നിട്ടുണ്ട് എന്നാണ് കാണാൻ കഴിയുന്നത്. 2.7% ഒരു ഗ്രോത്ത് അവിടെ കാണാൻ കഴിയും. കാരണം കഴിഞ്ഞ മാർച്ചിൽ 25,926 കോടി ഉണ്ടായിരുന്ന സിപ്പ് ഇൻഫ്ലോ ഇപ്പോൾ 26,632 വളർന്നിട്ടുണ്ട്. അപ്പോൾ ഡിസംബറിലുള്ള 26,459 എന്നുള്ള ആ ഒരു ഹൈയെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഒരു റെക്കോർഡ് സിപ്പ് കോൺട്രിബ്യൂഷനാണ് മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് കാണുന്നത്. ഇതുകൂടാതെ ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടുകളിലും നല്ല തോതിൽ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് കുറച്ചുകൂടി പക്വതയോടുകൂടിയും കുറച്ചുകൂടി വൈസായിട്ടും ചിന്തിക്കുന്നു എന്നാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. കാരണം മാർക്കറ്റിൽ ഒരു അനിശ്ചിതത്വം ഉള്ളത് കൊണ്ട് തന്നെ അവർ കൂടുതലായിട്ട് ഹൈബ്രിഡ് ഫണ്ടുകളിലും പാസീവ് ഫണ്ടുകളിലും ETF-കളിലും ഡെറ്റ് ഫണ്ടുകളിലേക്കുമാണ് കൂടുതലായിട്ട് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് കാണുന്നത്. ഇതുകൂടാതെ മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ടുകളിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. അത് ഹയസ്റ്റ് ആയിട്ട് 1,670 കോടിയുടെ ഒരു ഫ്ലോ ആണ് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ കാരണം ഇപ്പോൾ ഗോൾഡ് പ്രൈസിലുണ്ടായിട്ടുള്ള വർധനവ് തീർച്ചയായിട്ടും നമ്മൾ ഏതെങ്കിലും ഈക്വിറ്റിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യരുത് എന്നുള്ള ബോധം ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിൽ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ്. കൂടാതെ പാസീവ് ഫണ്ടുകളിൽ, പ്രത്യേകിച്ച് ഇൻഡെക്സ് ഫണ്ടുകളിൽ, നിഫ്റ്റി 50 പോലെയുള്ള ഇൻഡെക്സ് ഫണ്ടുകളിലാണ് കൂടുതലായിട്ട് ഫണ്ട് ഒഴുകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം 20,229 കോടിയാണ് ഏപ്രിലിൽ പാസീവ് ഫണ്ടുകളിൽ വന്നിട്ടുള്ള ഒഴുക്ക്. ഇതൊരു റെക്കോർഡാണ്. കാരണം കഴിഞ്ഞ മാർച്ചിൽ നമ്മൾ കാണുന്നത് 14,148 കോടി മാത്രമാണ്. അപ്പോൾ മൊത്തത്തിൽ ആക്റ്റീവായിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റേഴ്സ് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ചത്, അതിന് പകരം അവർ പാസീവായിട്ടുള്ള അതേപോലെ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകളിലും ഹൈബ്രിഡ് അതുപോലെ മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ടുകളിലൊക്കെ ഫണ്ടുകൾ മാറ്റുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഏതായാലും ഇത് മ്യൂച്വൽ ഫണ്ട് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഈ മ്യൂച്വൽ ഫണ്ടിൽ എന്തായാലും ഒഴുക്ക് കൂടി തന്നെ വരികയാണ്. അത് പല കാറ്റഗറിയിലേക്ക് മാറുന്നുണ്ട് എന്നുള്ളത് മാത്രം. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സാണ് ഏറ്റവും കൂടുതൽ സ്റ്റോക്കുകൾ അല്ലെങ്കിൽ സ്റ്റോക്കുകളിലുള്ള ഓണർഷിപ്പ് ഏറ്റവും കൂടുതലുള്ളത് അവർക്കാണ്. കാരണം അവർ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് മറികടന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിനവരെ സഹായിച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകളിലുള്ള ഒഴുക്കാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. താങ്ക് ഫോർ വാച്ചിങ്. നിങ്ങളുടെ കമൻറ്റുകൾ, അഭിപ്രായങ്ങൾ അറിയിക്കുക. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.